വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ പോകുന്നതെന്നുള്ള നേരെ ഉൾപ്പുണ്ണിയിലോട്ടാണ്. കൊല്ലം ചവറയിൽ നിന്നും ആകെ 138 കിലോമീറ്റർ മാത്രമേ ഉൾപ്പുണ്ണി വരെ ഉള്ളൂ. എല്ലാ ഓഫ് റോഡ് എന്തൂസിയാസിനും അറിയാവുന്ന ഇടുക്കിയിലെ ഒരു സൂപ്പർ ഓഫ് റോഡ് ലൊക്കേഷനാണ് ഉൾപ്പുണ്ണി. സോ നിങ്ങൾ കൊല്ലം വഴിയാണ് വരുന്നതെങ്കിൽ ഉൾപ്പുണ്ണിയിൽ എത്താനുള്ള ബെസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം, തിരുവല്ല, മണ്ണാർക്കാട്, പാല, മുട്ടം, മൂലമറ്റം വഴിയാണ് എത്തേണ്ടത്. ഓഫ് റോഡ് അടിക്കാനാണ് നിങ്ങളുടെ മെയിൻ എയിമെങ്കിൽ മൂലമറ്റം വഴി കയറുന്നത് തന്നെയാണ് ഏറ്റവും അടിപൊളിയെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അരവിന്ദ്, ഫുൾ ടാങ്ക് അടിക്കല്ലേ? ഫുൾ ടാങ്ക് അടിക്കല്ലേ? ആ, ഫുൾ ടാങ്ക് അടിക്കണ്ട. കാര്യം ഇറങ്ങിയിട്ട് അടിച്ചാൽ മതി. ഒരു 10-50 കിലോമീറ്റർ ഓടമുള്ള ഇല്ലേ? 100 അടിച്ചോളോ? വേണമെങ്കിൽ ഒരു 100 ഡീസലൂടി അടിച്ചോ. നല്ല പവറായിരിക്കും. പവർ ഇറങ്ങടാ, പവർ. സോ ഇതാ ഇപ്പം മൂലമറ്റം ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞേക്കാണ്. അപ്പം KSCB നേരെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ കാണുന്നുണ്ട്. ട്രെയിനിൻ്റെ അടിച്ച സ്കൂൾ അടിപൊളി. ഉളുപ്പുണ്ണി ആ ആണോ? ആണല്ലേ? ആ, ഇതുവഴിയല്ലേ മറ്റേ ഓഫ് റോഡ്? ആ വഴി. ഓക്കെ ഓക്കെ. ഹെലിപ്പാഡ് കാണാം. ഹെലിപ്പാഡിന്റെ ചുറ്റി എങ്ങനെ വണ്ടി വരുന്നത്? അവിടെ ഒരു ഇഷ്ടം ചെല്ലുമ്പോ തന്നെ 2 കെട്ടിടം കാണാം. അതാ ഇൻസ്പെക്ഷൻ ബംഗ്ലാവും IB എന്നാ പറയുന്നത്. അവിടെ ഒരു 100 മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോ കുഞ്ഞൊരു കയറ്റം ഈ വലത്തേക്ക് ഫുള്ള് റൈറ്റ്. അത് കഴിഞ്ഞ എവിടെ ലെഫ്റ്റ് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ലെഫ്റ്റ് പറഞ്ഞത് അവിടുന്ന് ഒരു 150 മീറ്റർ ചെല്ലുമ്പോ ഒരു കട. അത് മെയിൻ റോഡ് തന്നെ നിങ്ങൾക്ക് കാണാം. അവിടുന്ന് ഇടത്തേക്കാ. അവിടെ കടയൊക്കെ ഇരിപ്പുണ്ട്, പെട്ടിക്കട. കാരണം ഇനി പോകുന്ന വെച്ചപ്പോ ആളൊന്നും കാണില്ല. KSCBയുടെ ഫോളിൽ നമുക്ക് ഇതുവഴി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ തിരിച്ചിറങ്ങി വരുമ്പോ നോക്കിയില്ല ഇരുന്നാലും പെട്ടാ പിന്നെ ചാടിപ്പോളെ വലിയ പാടാണ്. 150 വഴി അതിൻ്റെ അത്. ഓക്കെ, വന്ന വഴി മനസ്സിലായി. കാര്യം ഞങ്ങൾ അവിടെ കിടന്ന് കുറെ ഇറങ്ങി. എനിക്ക് തോന്നി. ശരി താങ്ക്സ്. അപ്പം ശരിക്കും KSCB ക്വാർട്ടേഴ്സിനകത്ത് കയറിയിട്ട് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട്. പുള്ളി പറഞ്ഞില്ലേ ആ റൂട്ട് വേണം പോകാൻ പറ്റും. ആ റൂട്ടിൽ പോകുമ്പോഴാണ് അടിപൊളി ഓഫ് റോഡ്. പുള്ളി പറഞ്ഞ് കുറച്ച് പാടാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും അതുവഴി പോയി നോക്കാം. കാര്യം നമ്മൾ ഓഫ് റോഡ് അടിക്കാൻ വേണ്ടിയല്ലേ വന്നത്. ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എങ്ങോട്ടാണ്? ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് IB നേരെ. ശരിക്കും നമുക്ക് വീണ്ടും വഴി തെറ്റി. ഒരു 100 വഴി കിടന്നു. ഈ കടയാണ് ശരിക്കും ലൊക്കേഷൻ. നമ്മൾ അതുവഴിയാണ് വന്നത്. എന്നിട്ട് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ആ കട കണ്ട ഉടനെ ഫസ്റ്റ് ലെഫ്റ്റ്. കാര്യം ഈ ക്വാർട്ടേഴ്സിൻ്റെ അകത്തുനിന്ന് വഴി തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ഒത്തിരി വഴികളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 3/4 മണിക്കൂറായി ക്വാർട്ടേഴ്സിൻ്റെ ഏരിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കാൻ കിടന്ന് കറങ്ങുന്നു. അപ്പം ഒരു പുള്ളിയുടെ നമ്മൾ ലൊക്കേഷൻ ചോദിച്ചില്ലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പല റൈറ്റും ലെഫ്റ്റും ഒക്കെ കണ്ടു. അപ്പം അങ്ങനെ കൺഫ്യൂഷനായി വീണ്ടും നമ്മൾ ഒരിടത്ത് വഴി തെറ്റി. അങ്ങനെ നമ്മൾ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ശരിക്കും നമുക്ക് വഴി നമ്മൾ ഇപ്പോൾ കയറി പോകുന്നത്.
ജെറ്റ് അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അവനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതുവഴി അങ്ങ് പൊത്തങ്ങ് പോയി. ഇനി അവനെ തപ്പി നടക്കണം. അതോ നിൽക്കുന്നു. ഓ സെൽഫി എടുക്കാനായിരുന്നല്ലേ. അങ്ങനെ ഓഫ് റോഡ് തുടങ്ങിയേക്കാണ്. കൊടുത്തുവാ ഇത്രയും ദൂരം ഓഫ് റോഡ് ചെയ്തപ്പോഴത്തേക്ക് അധികം ടഫായിട്ട് തോന്നുന്നില്ല. ഉറുമ്പിക്കരയുടെ അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല. കാര്യം ഉരുളൻ കല്ലുകളാണെങ്കിലും ചെളിയുടെ ഇടയിലൊക്കെ സെറ്റായിരിക്കുന്നതുകൊണ്ട് ഓഫ് റോഡ് ഓടിക്കാൻ ഒരു ഫണ്ണൊക്കെയാണ്. പക്ഷേ ടഫ്നെസ് ഇല്ല. നേരത്തെ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ ഒരു പുള്ളി പറഞ്ഞു വണ്ടികൾ കയറി പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഓഫ് റോഡ് അടിക്കാൻ വന്നുകൊണ്ടാണ് നമ്മൾ ഈ വഴി കയറി വന്നത്. അല്ലായിരുന്നെങ്കിൽ അപ്പുറത്തൂടെയുള്ള ഈസി വഴി എന്ന് പറഞ്ഞ വഴി കൂടി കയറി പോകാൻ. ഹിമാലയനാണ് വണ്ടിയെങ്കിൽ ശരിക്കും ഫുഡ് പാക്കിൻ്റെ മണ്ടയ്ക്ക് കാലൊക്കെ വെച്ച് എണീറ്റ് നിന്ന് ഈ റോഡിൽ കൂടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. കാര്യം അധികം നമ്മൾ സ്ലിപ്പറി ആയിട്ടുള്ള റോഡിൽ കൂടി പോകുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാകത്തില്ല. പൊളി ഡോമിനാർ വെച്ച് ഓഫ് റോഡ് പൊളി. അവിടെ ബാക്കിൽ ആളിരുന്ന ചിലപ്പോൾ തെന്നും.
നമ്മൾ ഉളുപ്പുണ്ണി ടോപ്പ് എത്തിയേക്കുവാണ്. ഞാനിപ്പോൾ അരവിന്ദിൻ്റെ എക്സ്പൾസും എടുത്ത് ഹിമാലയനുമായിട്ട് എങ്ങനെ വ്യത്യാസമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അടിപൊളി വണ്ടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ എക്സ്പൾസിനെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും ഇതൊക്കെ തന്നെയാണ് എക്സ്പൾസിനെ ഈ ഹിമാലയനെക്കാട്ടും ആൾക്കാർ എടുക്കാനുള്ളതിൻ്റെ മെയിൻ കാരണം. ഓഫ് റോഡ് പോകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ഏറ്റവും അടിപൊളിയാണല്ലോ. പക്ഷേ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയനിൽ റൈഡിങ് കംഫർട്ടും ആ സീറ്റിംഗ് പൊസിഷനും ഒക്കെ ഹിമാലയൻ്റെ അത്ര ഒട്ടുമല്ല. സീറ്റ് ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് എനിക്ക് ഹിമാലയൻ തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ ഉളുപ്പുണ്ണി എത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. ജീപ്പ് ഓടിയൻ്റെ ചെളി പോലത്തെ ട്രാക്ക് ആയോണ്ടേ ഭയങ്കര പാടാ. Jithin the man. Oh man. See. നമ്മൾ നടുക്കിറക്കി. അടിപൊളി. പൊളിച്ച്. എങ്ങനെ വെക്കണമെന്ന് അറിയാമോ? ആദ്യം എനിക്ക് ഒരു മിനിറ്റ്. ഇല്ലല്ല, എനിക്ക് വെയിറ്റ് സ്റ്റാൻഡ് ഇടണം. എന്നിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. എടാ എന്തുവാടാ, ബൈക്ക് മാത്രമേ ഓടിക്കാൻ അറിയാവുള്ളൂ, നടക്കാൻ അറിയത്തില്ലേ? ഇപ്പം നമ്മൾ ഒരിടത്ത് ഗപ്പടിച്ചില്ല ഒരു ഇറക്കം. ആ ഇറക്കത്തിൽ നിന്നും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഓഫ് റോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലോട്ട് എത്താൻ പറ്റും. മെയിൻ റോഡിൽ എത്തിയാൽ നമ്മൾ കോട്ടമല, ഉപ്പുതറ, നെരിയമ്പാറ റൂട്ടിൽ പോകാനാണ് നമ്മുടെ പരിപാടി. കാര്യം നെരിയമ്പാറയിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ട്രിപ്പിൾ വാട്ടർ ഫോൾസ് എന്നാണ്. ഉളുപ്പുണ്ണിയിൽ നിന്നും അറൗണ്ട് ഒരു 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ട്രിപ്പിൾ വാട്ടർ ഫോൾസിലോട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ മാക്സിമം എടുക്കും ഇവിടെ നിന്ന് നമുക്ക് ട്രിപ്പിൾ വാട്ടർ ഫോൾസിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി. ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് ഒരു സൂപ്പർ വെള്ളച്ചാട്ടത്തിൽ ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കുന്നത് വേറൊരു ഫീലല്ലേ. അപ്പം നമുക്ക് എന്തായാലും നെരിയമ്പാറയിലെ ട്രിപ്പിൾ വാട്ടർ ഫോൾസിലോട്ട് പോകാം. നമ്മൾ ട്രിപ്പിൾ വാട്ടർ ഫോൾസിൽ എത്തിയേക്കുവാണ്. സോ ഈ വഴിയാണ് നമ്മൾ ശരിക്കും ട്രിപ്പിൾ വാട്ടർ ഫോൾസിലോട്ട് ഇറങ്ങിപ്പോയത്. വേറെ ഒന്നുമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പെർ ഹെഡ് അവരിപ്പം വാങ്ങുന്ന 50 രൂപയാണ്. ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും 30 രൂപയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പുള്ളി ഞങ്ങളുടെ എനിക്ക് വന്ന് ഇന്ന് അധികം ആരുമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി 50 രൂപ വാങ്ങി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് അവർ ചാർജ് ഈടാക്കുന്നതെന്നാണ് പറയുന്നത്. ഉളുപ്പുണ്ണി പോയിട്ട് ഓഫ് റോഡ് അടിച്ചതിൻ്റെ ക്ഷീണമൊക്കെ നമ്മൾ ഇവിടെ വന്നൊരു കുളി പാസ്സാക്കിയപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറി. ഈ വെള്ളമാണ് അവിടെ ഒഴുകി പോകുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം.